ഹലോ മൈ ബ്യൂട്ടിഫുൾ സോൾസ്, നമസ്കാരം. വളരെ അവിചാരിതമായിട്ടാണ് ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് മുൻപിൽ എത്തിയിട്ടുള്ളത് എങ്കിൽ ഇതൊരു ഡിവൈൻ സന്ദേശമാണ്. എന്താണ് നിങ്ങളുടെ പ്രണയം? ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. ഇത് എപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യും. ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത് എങ്കിൽ നിങ്ങളുടെ എനർജി വീഡിയോയുമായി കണക്റ്റ് ആവാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾ തമ്മിൽ ആദ്യമായി കണ്ട ആ ഒരു ദിവസം, നിങ്ങൾ തമ്മിൽ പ്രണയം പങ്കിട്ട ആ ഒരു സുന്ദര നിമിഷങ്ങൾ എല്ലാം മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ പേര് ഒരു 3 പ്രാവശ്യം മനസ്സിൽ പറയുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങളെ കാത്തിരിക്കുന്ന പ്രണയത്തിൻ്റെ ഒരു രഹസ്യവാതിൽ തുറക്കുന്ന ഒരു റീഡിംഗ് ആണിത്. ഇവിടെ ഈ വന്നിരിക്കുന്ന ഒരു കാർഡ് പോലും ഒരു കാരണമില്ലാതെ വരുന്നതല്ല. ഓരോ കാർഡിന് പിന്നിലും നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ആ ഒരു ലവ് എനർജിയുടെ മറഞ്ഞിരിക്കുന്ന നിങ്ങൾക്കുള്ള സന്ദേശങ്ങളുണ്ട്. ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് ദ മജീഷ്യനാണ്. ഇത് ഒരു മാനിഫെസ്റ്റേഷൻ എനർജിയെ സൂചിപ്പിക്കുന്നു. നിങ്ങൾ അല്ലെങ്കിൽ അവർ ഒരു മാനിഫെസ്റ്റേഷൻ സ്റ്റേജിലാണ്. നിങ്ങൾ ആരും അറിയാതെ മനസ്സിൽ സൂക്ഷിക്കുന്ന ആ ഒരു പേര്, ആ ഒരു പ്രണയത്തെ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് അയക്കാൻ പോകുന്നു. നെക്സ്റ്റ് വന്നിരിക്കുന്ന 3 ഓഫ് വാണ്ട്സിന്റെ എനർജി സൂചിപ്പിക്കുന്നത് ഈ പ്രണയത്തിലുള്ള ഒരു കാത്തിരിപ്പ്, ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു താമസം, ചെറിയൊരു ഡിലേ. പക്ഷേ ഇത് നെഗറ്റീവായിട്ട് നിങ്ങൾ എടുക്കണ്ട. ഇതൊരു പെർഫെക്റ്റ് ടൈം ബിൽഡ് ചെയ്യുന്നതിനുള്ള ഒരു വെയിറ്റിംഗ് പീരീഡായിട്ട് കണക്കാക്കുക. ചിലർക്കിത് ലോങ് ഡിസ്റ്റൻസിലിരിക്കുന്ന ആളുകളുടെ കമ്മ്യൂണിക്കേഷൻ വരുന്നതായിട്ടാണ്. ചിലർക്കിത് പാസ്റ്റ് പേഴ്സൺ വെയിറ്റിംഗ് ടു റിട്ടേൺ. ചിലർക്ക് ഫ്യൂച്ചർ പേഴ്സൺ അപ്രോച്ചിങ് സ്ലോലി. നിങ്ങളുടെ ഫസ്റ്റ് ലവ് എനർജി നിങ്ങളിലേക്ക് വരാൻ പോകുന്നു. നെക്സ്റ്റ് കാർഡ് 2 ഓഫ് പെന്റക്കിൾസ് ആണ്. ഇത് ഒരു കൺഫ്യൂഷൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ കൺഫ്യൂഷൻ പീരീഡിനെ സൂചിപ്പിക്കുന്നു. ചിലർക്കിത് സ്നേഹവും റെസ്പോൺസിബിലിറ്റീസും തമ്മിലുള്ള ഒരു കൺഫ്യൂഷൻ. ചിലർക്ക് മൈൻഡും അതുപോലെ തന്നെ ഹേർട്ടും തമ്മിലുള്ള ഒരു കൺഫ്യൂഷൻ. ചിലർക്ക് പാസ്റ്റും ഫ്യൂച്ചറും തമ്മിലുള്ള കൺഫ്യൂഷൻ. 2 ഡയറക്ഷനിലേക്കുള്ള ഒരു ചോയ്സസിനെയാണ് ഈ ഒരു സിറ്റുവേഷൻ സൂചിപ്പിക്കുന്നത്. പക്ഷേ മിക്കവരിലും ഈ ഒരു ഡിസിഷൻ നിങ്ങൾ എടുക്കുന്നതല്ല. വിധി നിങ്ങൾക്കരികിലേക്ക് തീരുമാനവുമായി എത്തുന്നതായിട്ട് കാണുന്നു. അതായത് നിങ്ങൾക്കുള്ളത് നിങ്ങളെ തേടി വരുന്നു. നെക്സ്റ്റ് കാർഡ് ദ സ്റ്റാർ ആണ്. ഒരു ഹീലിംഗ്, അതുപോലെ തന്നെ ഒരു പ്രതീക്ഷ, ഒരു ഡെസ്റ്റിനി കാർഡ്, ഇതൊക്കെ ചേർന്നതാണ് ദ സ്റ്റാർ. പ്രണയത്തിൽ ഒരു വിഷ് ഫുൾഫിൽമെൻറ്റിനെ സൂചിപ്പിക്കുന്നു. പാസ്റ്റിലുണ്ടായ ചില മുറിവുകളിൽ നിന്നും വളരെ സ്ലോ ആയിട്ട് ഹീൽ ചെയ്തു വരുന്ന ആളുകൾ, അതല്ലെങ്കിൽ ഒരു സോൾ കണക്ഷൻ. നിങ്ങൾക്കൊരു സേഫായിട്ടുള്ള ഒരു സ്പേസ് വരുന്നു. ഒരു പ്യുവറായിട്ടുള്ള ഒരു കണക്ഷനെ സൂചിപ്പിക്കുന്നു. ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ലവ് എന്ന് പറയുന്നത് അനുഗ്രഹീതമായതാണ്. ഡിവൈൻലി ഗൈഡഡ് ആയിട്ടുള്ള ഒരു ബന്ധം. നഷ്ടപ്പെട്ടുവെന്ന് നിങ്ങൾ വിശ്വസിച്ചിരുന്ന ആ ഒരു റിലേഷൻഷിപ്പ് ഒരു പെർഫെക്റ്റ് ടൈമിൽ യൂണിവേഴ്സ് നിങ്ങൾക്കരികിലേക്ക് എത്തിക്കുന്നു. നെക്സ്റ്റ് വന്നിരിക്കുന്ന കാർഡ് കിങ് ഓഫ് വാണ്ട്സ് ആണ്. ഒരു ഡോമിനൻ്റ് പേഴ്സൻ്റെ എൻട്രിയെ സൂചിപ്പിക്കുന്നു. അതായത് ഒരു വളരെ ബോൾഡായിട്ടുള്ള, വളരെ പാഷനേറ്റ് ആയിട്ടുള്ള, സ്ട്രോങ് ആയിട്ട് അട്രാക്ഷനുള്ള, പക്ഷേ അല്പം ഈഗോ കാണിക്കുന്ന ഒരു എനർജി. ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളെ ഇൻറ്റൻസ്ലി മിസ് ചെയ്യുന്ന ഒരവസ്ഥ. അവർ നിങ്ങളിലേക്കൊരു കമ്മ്യൂണിക്കേഷന് ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാൻ അതിയായി ആഗ്രഹിക്കുന്നു. പക്ഷേ അവരുടെ ആ ഒരു പ്രൈഡ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഈഗോ അവരെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ഒരു കാലത്തെല്ലാമായിരുന്ന ഒരു സ്ട്രോങ് കെമിസ്ട്രി അല്ലെങ്കിൽ ഒരു അറ്റാച്ച്മെൻറ്റിനെ ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നു. നെക്സ്റ്റ് വന്നിരിക്കുന്ന 8 ഓഫ് സോർഡ്സ് ഒരു ഇമോഷണൽ ബ്ലോക്കേജിനെ സൂചിപ്പിക്കുന്നു. ഓവർ തിങ്കിങ്, നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം, പാസ്റ്റിലുണ്ടായ ചില പരുഷമായ വാക്കുകൾ ഉണ്ടാക്കിയ ആ ഒരു മുറിവുകൾ, നെഗറ്റീവായിട്ടുള്ള തീരുമാനങ്ങൾ അല്ലെങ്കിൽ അസംഷൻസ്, ഇതെല്ലാം തന്നെ ചേർന്ന ഒരു കാർഡാണ് 8 ഓഫ് സോർഡ്സ് എന്ന് പറയുന്നത്. നിങ്ങൾ അല്ലെങ്കിൽ ആ ഒരു വ്യക്തി പാസ്റ്റിലുണ്ടായ ചില അനിഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെടുമോ എന്നുള്ളൊരു ഭയം നിങ്ങളിൽ ഉണ്ടായിരിക്കുന്നു. നെക്സ്റ്റ് കാർഡ് നൈറ്റ് ഓഫ് സോർഡ്സ് ആണ്. ഒരു എനർജി ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു സമയം, ഒരു സഡൻ മൂവ്മെൻറ്റ് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്നു. പാസ്റ്റിൽ നിന്നും ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളെ തേടിയെത്തുന്നു. അതൊരു ഫോൺ കോൾ ആകാം, അതല്ല എങ്കിൽ ഒരു മെസ്സേജ് ആകാം. ചിലർക്ക് തങ്ങളുടെ ആ ഒരു ബന്ധത്തിൽ സഡൻ ക്ലാരിറ്റി കിട്ടുന്ന ഒരു സമയം. ഒരുപാട് ഇഷ്ടത്തോടു കൂടി മനസ്സ് നിറയെ സ്നേഹവുമായി നിങ്ങളെ തേടി വരുന്ന ഒരാൾ. നീണ്ട ഒരു കാത്തിരിപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു കൂടിക്കാഴ്ച ഇവിടെ സൂചിപ്പിക്കുന്നു. ഒരു സ്ലോ എനർജി ആയിരുന്നു എങ്കിൽ തന്നെയും ഇപ്പോൾ എത്രയും വേഗം നിങ്ങളിലേക്ക് വരാൻ അവർ ആഗ്രഹിക്കുന്നു. 9 ഓഫ് വാണ്ട്സ് ഒരു ഇമോഷണൽ ബോളിനെയാണ് സൂചിപ്പിക്കുന്നത്. ചില പാസ്റ്റിൽ മറക്കാൻ പറ്റാത്ത ചില വേർഡ്സുകൾ, വഴക്കിലുണ്ടായ പരുഷമായ വാക്കുകൾ, ഇതെല്ലാം മനസ്സിൽ ചിലർ സൂക്ഷിക്കുന്നുണ്ട്. ഇത് കാണുന്ന ചിലർ എന്ന് പറയുന്നത് അവർക്ക് റീയൂണിയൻ അങ്ങേയറ്റത്തെ ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെയും പാസ്റ്റിലുണ്ടായ ആ ഒരു കോൺഫ്ലിക്റ്റ്, അതുണ്ടാക്കിയ ആഴത്തിലുള്ള മുറിവുകൾ, വേർപാടുകൾ, ഒറ്റയ്ക്കാകൽ, ഇതെല്ലാം തന്നെ മനസ്സിലേക്ക് കൂടെ തികട്ടി വന്നുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോഴും ഉണങ്ങാതെ അവശേഷിക്കുന്ന ആ ഒരു മുറിപ്പാടുകൾ മനസ്സിലുണ്ടെങ്കിൽ തന്നെയും
ഈ പ്രണയത്തെ എനിക്ക് വിട്ടുകളയാൻ പറ്റില്ല, ഇതെൻ്റെ ജീവനാണെന്ന് വിശ്വസിക്കുന്ന കുറേയധികം എനർജി ഇവിടെ കാണുന്നു. നിങ്ങളുടെ പ്രണയത്തിൻ്റെ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു ഔട്ട്കം കാർഡായിട്ട് വന്നിരിക്കുന്നത് 7 ഓഫ് സോർട്സ് ആണ്. ഒരു ട്വിസ്റ്റിംഗ് പോയിന്റ് എന്ന് പറയാം. ഒരു ഹിഡൻ ആയിട്ടുള്ള ഫീലിങ്സ്, സൈലൻ്റ് ആയിട്ടുള്ള ലവ്, സംവൺ വാച്ചിങ് ക്വയറ്റ്ലി, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം തന്നെ സൈലൻ്റായിട്ട് വാച്ച് ചെയ്യുന്ന ഒരാളെ, നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കാത്ത, നിങ്ങൾ എത്ര ചോദിച്ചാലും പറയാൻ കൂട്ടാക്കാത്ത, മനസ്സിൽ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ചില ആളുകളെയും ഇവിടെ കാണുന്നു. ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു ലവ് എനർജിയിൽ പ്രസൻ്റ്ലി ശരിക്കും സ്നേഹമുണ്ട്, പക്ഷേ അത് ഹൈഡ് ചെയ്തു വെക്കുന്ന ഒരവസ്ഥ. അവർ നിങ്ങളെ എപ്പോഴും കാണുവാൻ ആഗ്രഹിക്കുന്നുണ്ട്, എങ്കിൽ നേരിട്ട് വരില്ല, സീക്രട്ടായിട്ട് വാച്ച് ചെയ്യുന്നു, സൈലൻ്റായിട്ട് നിങ്ങളെ ആഗ്രഹിക്കുന്നു, നിങ്ങളെ അങ്ങേയറ്റം കെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ പറയാതെ. വിട്ടുപോയ ചില ആളുകൾക്ക് നിങ്ങൾ പോലും അറിയാത്ത ഒരു സമയം, ഒരു സർപ്രൈസ് പോലെ നിങ്ങളുടെ അരികിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നു. ഈ ഒരു റീഡിങ്ങിൻ്റെ ഓവറോൾ എനർജി നോക്കുമ്പോൾ ഈ ഒരു സ്നേഹബന്ധത്തിൽ സ്നേഹം ഇപ്പോഴും ജീവിക്കുന്നു. ഒരു തിരിച്ചു വരവുണ്ടാകുന്നു. ഒരുപാട് കാത്തിരുന്ന ഒരു സ്നേഹം, ഡിസ്റ്റൻ്റായിരുന്ന ഒരു സ്നേഹം, നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയത്തോടു കൂടി നിങ്ങൾ കൊണ്ടു നടന്നിരുന്ന ഒരു സ്നേഹം, നിങ്ങൾ നടന്നുപോയ വഴികളിൽ നിങ്ങളെ ഒറ്റയ്ക്കാക്കി പോയിട്ടുണ്ടെങ്കിൽ ആ വഴിയിലേക്ക് അവർ തിരികെ വന്ന് നിങ്ങളെയും കൂടെ കൂട്ടുന്നു. ഒരു കാത്തിരിപ്പ് അനിവാര്യമാണെങ്കിൽ തന്നെയും അങ്ങനെ കാത്തിരുന്ന് വരുന്ന, വളരെ താമസിച്ചു വരുന്ന ഒരു പ്രണയം എന്ന് പറയുന്നത് നിങ്ങൾക്കത് മനോഹരമായിരിക്കും, അതുപോലെ തന്നെ അത് സ്റ്റേബിളുമായിരിക്കും. ചിലർക്ക് തങ്ങളുടെ ആ ഒരു സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കില്ല, അവർക്കത് അറിയില്ല എന്നുള്ളതാണ് സത്യം. ബാക്കി എല്ലാ മേഖലയിലും അവർ ഒന്നാമതായി നിൽക്കും. പക്ഷേ ഇങ്ങനൊരു പ്രണയകാര്യം അല്ലെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ ചില ആളുകളെങ്കിലും സൈലൻസിലേക്ക് പോകും. അതൊരിക്കലും അവരുടെ ഒരു വീക്ക് പോയിന്റായിട്ട് കണക്കാക്കണ്ട. ആഴത്തിൽ പ്രണയിക്കുന്ന ചില ആളുകൾ സൈലന്റ് ആയിരിക്കും. നിങ്ങളുടെ പ്രണയം ഇപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ സജീവമാണ്. അതെ, ഇതൊരു കംപ്ലീറ്റ്ലി ഫിനിഷ്ഡ് ആയ ഒരു കണക്ഷൻ അല്ല. അല്പം താമസമുണ്ട്, കുറച്ച് സൈലൻസ് ഉണ്ട്, കുറച്ച് അകലത്ത് നിൽക്കുന്ന ആളുകളെ സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്കിടയിലുള്ള ആ ഒരു സ്പാർക്ക് അല്ലെങ്കിൽ ആ ഒരു ലവ് എനർജി അത് മരിച്ചിട്ടില്ല. ഈ ഒരു ബന്ധമെന്ന് പറയുന്നത് ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉള്ളതാണ്. ഇപ്പോഴത്തെ ഒരു താമസം എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് ടൈമിന് വെയിറ്റ് ചെയ്യുകയാണ്. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ തന്നെയും ഡെസ്റ്റിനി തന്നെ ഫൈനൽ ഡിസിഷൻ എടുക്കുന്നതായിട്ട് കാണിക്കുന്നു. ഒരാൾ നിങ്ങളെ ഇൻറ്റൻസ്ലി മിസ് ചെയ്യുന്നുണ്ട്, പക്ഷേ അവരുടെ ഒരു ഈഗോ കാരണം, അതല്ലെങ്കിൽ ഒരു ഹെസിറ്റേഷൻ കാരണം ഈ ഒരു ലവ് എനർജിയിൽ അല്പം ബ്ലോക്കേജ് കാണിക്കുന്നു. ഈ ബന്ധത്തിലുള്ള രണ്ടുപേരും ഒരു ഹീലിംഗ് സ്റ്റേജിലാണ്. ഒരു ടയർഡ്നെസ് ഉണ്ട്, പക്ഷേ ഒരിക്കലും നിങ്ങൾ സറണ്ടർ ചെയ്യാൻ തുനിയുന്നില്ല. നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ ഉറപ്പായും വരും. ഔട്ട്കം കാർഡ് സൂചിപ്പിച്ചതുപോലെ ഇതൊരു ഹിഡൻ ലവ് ആണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് പറയാൻ, നിങ്ങളെ ഒരിക്കൽ വന്ന് ഒരുപാട് സ്നേഹം കൊണ്ട് മൂടിയിട്ട് വിട്ടുപോയ ചില ആളുകൾ എന്ന് പറയുന്നത് അത് നിങ്ങൾക്കുള്ള ലെസണാണ്. നിങ്ങൾ പാഠം പഠിച്ചേ മതിയാവൂ. നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളെ മാത്രം മനസ്സിൽ കൊണ്ടു നടക്കുന്ന, നിങ്ങളെ തേടി വരുന്നവരാണ് നിങ്ങളുടെ യഥാർത്ഥ സോൾമേറ്റ്. അത് തന്നെയാണ് നിങ്ങളുടെ പ്യുവർ ലവ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ നിങ്ങളുടെ ജീവിത പങ്കാളി. വളരെ നല്ലൊരു റീഡിംഗ് ആയിരുന്നു. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചെറിയൊരു ഹൈപ്പ് തരിക. ഈ റീഡിങ്ങിൽ പറഞ്ഞിരിക്കുന്ന പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. ഒപ്പം കമൻറ്റ് ബോക്സിൽ യൂണിവേഴ്സിന് നന്ദി പറയുക. നിങ്ങളുടെ മനസ്സിനെ ഒരുപാട് വിഷമിപ്പിക്കുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ പ്രപഞ്ചശക്തിക്ക് മുൻപിൽ സറണ്ടർ ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും ഇത് റെസൊണേറ്റ് ആവണമെന്നില്ല. നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ റിലേഷൻഷിപ്പ്, ലവ് എനർജി, ഇവയിലെല്ലാം ഉള്ള ഒരു കൺഫ്യൂഷൻ മാറുന്നതിനായി ഒരു പേഴ്സണൽ റീഡ് എടുക്കുന്നത് വളരെ നന്നായിരിക്കും. പേഴ്സണൽ റീഡിങ്ങിനായിട്ടുള്ള നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. പേഴ്സണൽ റീഡ് എന്ന് പറയുന്നത് പേരിഡ് ആണ്. എൻ്റെ ദിവസേനയുള്ള പ്രാർത്ഥനകളിൽ നിങ്ങളുടെ പേരും നാളും ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്നതിനായി താഴെ കമൻറ്റ് ചെയ്യുക. നാളറിയില്ല എങ്കിൽ നിങ്ങൾ ജനിച്ച മാസം ചേർത്ത് കമൻറ്റ് ചെയ്യുക. തീർച്ചയായും നിങ്ങളെ എല്ലാം തന്നെ എൻ്റെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഡെയിലിയുള്ള ഡിവൈൻ ടാരോട്ട് ഗൈഡൻസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആ ഒരു ഡിവൈൻ സ്നേഹം നിങ്ങളെ തേടി എത്രയും പെട്ടെന്ന് എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.